Hello all, welcome to CC Plus. എൻ്റെ പേര് അശ്വതി. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് റേഷ്യോയുടെ ടോപ്പിക്. എല്ലാവർക്കും കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. ക്വസ്റ്റ്യൻ്റെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പോവാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? നമുക്ക് what must be added to each term of the ratio 49:68 so that it becomes 3:4. Okay, അപ്പോൾ നമ്മുടെ 49:68 ഏത് സെയിം നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3:4 കിട്ടും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആ സെയിം നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. പിന്നെ നമുക്ക് എക്സ് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് അല്ലെ. എന്ത് ചെയ്യാം? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ടോ എല്ലാവരും? അപ്പൊ നമുക്ക് രണ്ട് ഫ്രാക്ഷൻസ് ഇതുപോലെ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ 1/2 2/4 ഈക്വൽ ആണെന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പൊ എന്താണ് 1 into 4 ചെയ്താലും 2 into 2 ചെയ്താലും നമുക്ക് ഒരേ ആൻസർ അല്ലേ കിട്ടുന്നത് അല്ലെ. അപ്പൊ 4ഉം തന്നെ വരും അല്ലെ. അപ്പോ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള രണ്ട് ഫ്രാക്ഷൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് അതേ വാല്യൂ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. 4 into 49. ഇപ്പൊ 4 നമ്മൾ പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ മീൻസ് 4 ബ്രാക്കറ്റിനകത്തെ ഓരോന്നിനും മൾട്ടിപ്ലൈ ആണ് കേട്ടോ. 196 plus 4x equals 204 plus 3x. ഓക്കെ, ഇനി എക്സ് എല്ലാം ഒരു സൈഡിലേക്ക്, നമ്പർ എല്ലാം ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഞാൻ ലെഫ്റ്റിലേക്കാണ് എക്സ് എടുക്കുന്നത് കാരണം നമ്മുടെ എക്സ് വലുത് ഇവിടെയാണ്. സോ അതിന്റെ സൈഡിലേക്ക് എടുത്താൽ നമുക്ക് പോസിറ്റീവ് ആയിട്ട് ആൻസർ കിട്ടും. സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ 4x നിന്ന് 3x പോകുമ്പോൾ എക്സ്, ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ 4 and 4 8. എന്താ നമ്മുടെ ആൻസർ? ഡി ആണ് നമ്മുടെ ആൻസർ അല്ലെ. 8 ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ റേഷ്യോ 3:4 ചേഞ്ച് ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബാഗ് കണ്ടെയ്ൻസ് ₹600 in the form of 1 rupee 50 paise and 25 paise coins in the ratio 3:4:12. ഓക്കെ, അപ്പോൾ 1 റുപ്പിയുടെ നമ്മൾ 1 റുപ്പി ഉണ്ട്. ഓക്കെ, ആൻഡ് 50 പൈസ ഉണ്ട്. 50 പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാഫ് റുപ്പി എന്ന് എടുക്കാം കേട്ടോ. 1/2 റുപ്പീസ് ഉണ്ട്. ഇനി 25 പൈസ ആണെങ്കിൽ 1/4 റുപ്പീസ് അല്ലേ, 1/4 രൂപ. ഓക്കെ, ഇനി ഇതിന്റെ എത്ര കോയിൻസ് ഉണ്ടെന്നാ പറയുന്നത്? നമുക്ക് 1 റുപ്പിയുടെ 3:4:12 അല്ലെ. അതിന് നമുക്ക് എങ്ങനെ ആക്കാം? 3x സെയിം വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ 1 റുപ്പിയുടെ 3x കോയിൻസ് ഉണ്ട്, ഹാഫ് അല്ലെങ്കിൽ 50 പൈസയുടെ 4x കോയിൻസ് ഉണ്ട്, 25 പൈസയുടെ 12x കോയിൻസ് ഉണ്ട്. ക്ലിയർ ആയില്ലേ? മുകളിൽ നമ്മൾ ആ പൈസ ഏതാണെന്ന് എഴുതിയിരിക്കുന്നു, താഴെ ഇതിന്റെ എണ്ണം എത്രയാണെന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ റേഷ്യോനെ നമ്മൾ നമ്പറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു സെയിം വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ ഒന്ന് നോക്കിയാലോ. ഈ വാല്യൂ എങ്ങനെ? അതായത് നമുക്കിപ്പോ നമ്പർ ഏത് പൈസയുടെ ആണെന്നുണ്ട്, ഏത് റുപ്പിയുടെ ആണെന്നുണ്ട്, ഇത് എത്ര എണ്ണം ഉണ്ടെന്നുണ്ട് അല്ലെ. അപ്പൊ എന്റെ കയ്യിൽ ഒരു 2 റുപ്പി കോയിൻ ഉണ്ട്. ഓക്കെ, ₹2 കോയിൻ ഉണ്ട്. അങ്ങനെ എന്റെ കയ്യില് ഒരു 4 കോയിൻസ് ഉണ്ട്, 2 രൂപയുടെ 4 കോയിൻസ് ഉണ്ട്. അപ്പൊ ക്യാഷ് ആയിട്ട് എൻ്റെ ഇപ്പൊ എത്രയുണ്ട്? ക്യാഷ് ആയിട്ട് എനിക്ക് 8 ആണുള്ളത്. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ 2 റുപ്പീസിന്റെ കോയിൻ ആണ്. അങ്ങനെ 4 എണ്ണം ഉണ്ടെങ്കിൽ 8 റുപ്പീസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഓരോന്നും ഇൻ റുപ്പീസ് എത്രയുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. 1 റുപ്പിയുടെ കോയിൻ ആണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്? മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ 2 റുപ്പീസിന്റെ ആണ്, 4 കോയിൻസ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് 8 ആണ് നമുക്ക് വാല്യൂ കിട്ടുന്നത് അല്ലെ. 2 റുപ്പീസിന്റെ 4 കോയിൻസ് ഉണ്ടെങ്കിൽ 2 into 4 8 റുപ്പീസ് ആണ് ടോട്ടൽ കയ്യിലുള്ളത് എന്ന് നമുക്ക് കിട്ടും. ഇവിടെയും അതുപോലെ തന്നെയാണ്. 1 റുപ്പിയുടെ 3x കോയിൻ ഉണ്ടെങ്കിൽ 3x റുപ്പീസ് ആണല്ലോ അല്ലെ. ഇനി ഹാഫ് ആണെങ്കിലോ, അപ്പൊ 1/2 into 4 അല്ലെ. 1/2 into 4 നമ്മൾ ചെയ്താൽ എത്ര വരും?
പകുതിയേ വരുള്ളൂ. കാരണം 50 പൈസയുടെ 2 കോയിൻ ഉണ്ടെങ്കിലാണ് നമുക്ക് 1 റുപ്പി ആവുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഹാഫേ വരുള്ളൂ. അപ്പൊ 4x ഉണ്ടെങ്കിൽ നമുക്ക് 2x നമുക്ക് ക്യാഷ് ആയിട്ട് വരുള്ളൂ അല്ലെ. ഇനി 25 പൈസ ആണെങ്കിലോ 25 പൈസ ആണെങ്കിലും 1/4 ആണ് വാല്യൂ അല്ലെ. 4 എണ്ണം കൂടുമ്പോഴേ നമുക്ക് എന്തായാലും 1 റുപ്പി ആകുള്ളൂ. അപ്പൊ 12x ആണ് ഉള്ളതെങ്കിൽ എന്താണ് 1/4 ഇൻറ്റു 12x. ഓക്കെ, അപ്പൊ എത്രയാണ് വരിക? 3x ആണ് നമ്മുടെ ക്യാഷ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, 12x കോയിൻ ഉണ്ടെങ്കിലും അത്രയും നമുക്ക് വാല്യൂ ഇല്ല, കാരണം പൈസ ആയതുകൊണ്ട്. സോ 3x ആണ് വരുന്നത്. ടോട്ടൽ നമുക്ക് എന്താണ് 600 റുപ്പീസ് ആണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ക്യാഷ് ആയിട്ട് മൂന്ന് ടൈപ്പും എത്രയുണ്ടെന്ന് കിട്ടി? 3x ഉണ്ട്, പ്ലസ് 2x, പ്ലസ് 3x അല്ലെ. ഓരോ കോയിനും ഇത്രയും ക്യാഷ് ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ടോട്ടൽ നമുക്ക് 600 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8x equals 600. Okay, and x equals എത്ര വരും? 600/8. $75 ആണ് നമ്മുടെ എക്സിന്റെ വാല്യൂ ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനല്ല, ദ നമ്പർ ഓഫ് 25 പൈസ കോയിൻസ്. 25 പൈസയുടെ കോയിൻസ് എത്ര ഉണ്ടെന്നാണ്. എത്ര ഉണ്ടായിരുന്നു 25 പൈസയുടെ കോയിൻസ്? 12x ആണുള്ളത് അല്ലെ. 12x ആണുള്ളത്. എക്സിന്റെ വാല്യൂ 75 ആണ്. അപ്പൊ 12x എന്ന് പറയുന്നത് 12 ഇൻറ്റു 75 ആണ് അല്ലെ. 12 ഇൻറ്റു 75 ആണ്. എത്രയാ വരിക നമുക്ക്? 12 ഇൻറ്റു 75 എന്ന് പറയുന്നത് ഓപ്ഷനിലുണ്ടോ? നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ. 900 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വേഗം നോക്കിയാലോ നമുക്ക്. ഇവ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഇതെല്ലാം ഈക്വൽ ആണ് അല്ലെ. എനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ബി എ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും സി എ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഒരേ നമ്പർ ആണ് അല്ലെ. ആ നമ്പറിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു കെ എന്ന് എടുക്കാം. ഇതെല്ലാം ഒരു കെ ആണെന്ന് അറിയാലോ അല്ലെ. അത്രയും കിട്ടി നമുക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ എന്താണ്? a/3k ആണെങ്കിൽ a 3k ആണ്. ഇനി b/4 k ആണെന്നുണ്ടെങ്കിൽ b is 4k and c/7 c is 7k അല്ലെ. ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. a plus b plus c/c ആണ് അല്ലെ. അപ്പോ a 3k plus 4k plus 7k by 7k. അപ്പൊ എന്താ നമുക്ക് വരാ? 14k by 7k. k നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലും? അതാ ഇവിടെ ഉണ്ട് അല്ലെ. ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചെയ്താലോ. സിമിലർ ആണ് അല്ലെ. ഇതാ കണ്ടോ, 3 കാര്യങ്ങൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരേ നമ്പറിനോടല്ലേ ഈക്വല്. അപ്പൊ എന്താണ് k എന്ന് എടുക്കാം നമുക്ക്. അപ്പൊ 2x എന്ന് പറയുന്നത് k ആണ്. സോ x is k/2. 3y എന്ന് പറയുന്നത് k ആണ്. സോ y is k/3. 4z എന്ന് പറയുന്നത് k ആണ്. സോ z is k/4 അല്ലെ. ഇപ്പൊ നമുക്ക് എക്സും വൈയും ഇസഡും ഒക്കെ കിട്ടി. ഇനി റേഷ്യോയിലേക്ക് ചേഞ്ച് ചെയ്താൽ പോരെ. x is to y is to z എന്ത് വരും? k/2 is to k/3 is to k/4. നമുക്ക് ഒരേ പ്ലേസിൽ ഇപ്പൊ ന്യൂമറേറ്റർ ആണെങ്കിൽ ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ആണെങ്കിൽ ഡിനോമിനേറ്റർ, ഒരേ പ്ലേസിൽ സെയിം നമ്പർ വന്നാൽ നമുക്കത് കട്ട് ചെയ്താം കേട്ടോ. അതായത് ഇവിടെ നമുക്ക് കെ എല്ലാം അങ്ങ് ക്യാൻസൽ ആയി പോകും. കെ എല്ലാം ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്ത് പറയാം? 1/2 is to 1/3 is to 1/4. അപ്പൊ നമുക്ക് നോക്കുമ്പോഴും ഓപ്ഷനിൽ അങ്ങനെ ഒരു റേഷ്യോ ഇല്ല അല്ലെ. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് ഫ്രാക്ഷൻ മാറ്റണം. ഫ്രാക്ഷൻ മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഫ്രാക്ഷൻ നമുക്ക് അങ്ങ് ചേഞ്ച് ആയി കിട്ടും. എന്താണ് LCM എന്ന് പറയുന്നത്?
12 ആണ് ഇതിന്റെ LCM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ത്രൂ ഔട്ട് നമ്മൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. എല്ലാത്തിനും നമ്മൾ അങ്ങ് 12 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എത്രയാ നമുക്ക് വരാ? 6:4:3. ഇനി ഇത് എവിടെയെങ്കിലും ഓപ്ഷനിൽ ഉണ്ടോ നോക്കിക്കേ. ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 6:4:3. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് കിട്ടിയാൽ അതിന്റെ ഡിനോമിനേറ്ററിന്റെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ മാറി നമ്പേഴ്സിലേക്ക്, നമുക്ക് നോർമൽ നമ്പേഴ്സിലേക്ക് നമുക്ക് കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? The ratio of number of boys and girls in a school of 720 students is 7:5. How many more girls should be admitted to make the ratio 1:1? അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ എത്ര പേരുണ്ട്, ഗേൾസ് എത്ര, ബോയ്സ് എത്ര എന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബോയ്സിന്റെയും ഗേൾസിന്റെയും 7:5. അതായത് ബോയ്സ് is 7x and girls is 5x. ടോട്ടൽ ബോയ്സും ഗേൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ അല്ലെ 7x + 5x എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ടോട്ടൽ 720. ബോയ്സും ഗേൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് 720 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 12x = 720 അല്ലെങ്കിൽ x = 720/12. 60 ആണ് അല്ലെ. അപ്പൊ എക്സ് ആണ് 60 കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഗേൾസിന്റെയും ബോയ്സിന്റെയും എണ്ണം അല്ല കേട്ടോ. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അതായത് എക്സ് കിട്ടുമ്പോഴേക്കും നിങ്ങൾ എക്സ് ഇതാണ് എന്ന് പറഞ്ഞ് എഴുതാനുള്ള ചാൻസ് ഉണ്ട്. എക്സ് അല്ല നമ്മുടെ ബോയ്സിന്റെയും ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ബോയ്സിന്റെ എണ്ണം? 7x ആണ്. അതായത് 7 × 60 which is 420. ഓക്കെ, ആൻഡ് ഗേൾസ് 5x ആണ്. 5 × 60 300. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 720 തന്നെ വന്നിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ 420 ബോയ്സും ബോയ്സ് ഈസ് ടു ഗേൾസ് എങ്ങനെയാണ്? 420 ഈസ് ടു 300. ഇതാണ് നമ്മുടെ ഒറിജിനൽ നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഗേൾസ് ആണ് കുറവ്. എത്ര ഗേൾസിനെ കൂടെ ആഡ് ചെയ്താൽ ഇത് 1:1 റേഷ്യോ എന്ന് പറയുന്നത്. 1:1 റേഷ്യോ കിട്ടണമെന്നുണ്ടെങ്കിൽ സെയിം നമ്പർ ആയിരിക്കണം മുകളിലും താഴെയും. അതായത് 300ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ ഇത് 420 ആകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 1:1 ആകണമെങ്കിൽ സെയിം നമ്പേഴ്സ് ആയിരിക്കണം, എങ്കിലേ 1:1 കിട്ടുള്ളൂ. സോ 300ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 1:1 ആകും. 300ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 420 ആകും. എത്രയാണ്? 120 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 420 കിട്ടുന്നത് അല്ലെ. ക്ലിയർ ആയോ? എളുപ്പമായിരുന്നോ? അത് പാടാണോ ഇപ്പോഴും? റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് അല്ലെ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A:B 3:4 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ A എന്താണ്? 3x ആണ്. B is 4x. ഓക്കെ, ഇനി 6a + b അതായത് 6 × 3x. ഓക്കെ, 6a എന്ന് പറഞ്ഞാൽ 6 × 3x + 4x. 4 × 3x + 5 × 4x. 6 × 3x എത്രയാണ്? 18x + 4x ഈസ് ടു, നമ്മൾ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഈസ് ടു 12x + 20x. 22x ഈസ് ടു 32x. എക്സും എക്സും ഓൾറെഡി നമുക്ക് അറിയാം. റേഷ്യോ എടുക്കുമ്പോൾ സെയിം നമ്പർ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഇനി എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഇവിടെ ഒരു 11 ഉണ്ട്, ഇവിടെ 16 അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടും 2 കൊണ്ട് ഡിവിസിബിൾ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോ നമ്മുടെ ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, നൺ ഓഫ് ദീസ് ആണ് അല്ലെ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? സിങ്കും കോപ്പറും രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ബ്രാസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ബ്രാസിൽ നമ്മൾ സിങ്കിന്റെ അളവ് എത്രയാണ്? സിങ്കിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 13 ആണ് അതിന്റെ പൊസിഷൻ വരുന്നത്. സോ 13x-ഉം നമ്മുടെ കോപ്പർ 7x-ഉം ആണ്. അപ്പൊ ടോട്ടൽ നമ്മുടെ ബ്രാസിന്റെ വെയിറ്റ് 100 കിലോഗ്രാം ആണ്. അതായത് സിങ്കും കോപ്പറും കൂടെ ടോട്ടൽ നമുക്ക് 13x + 7x നമുക്ക് 100 kg ഉണ്ട് അല്ലെ.
20x ഈക്വൽസ് 100 kg. അതായത് x ഈക്വൽസ് 100/20 എത്രയാ വരിക? 5 ആണ് അല്ലേ? അപ്പൊ എക്സ് നമുക്ക് 5 കിട്ടി. എക്സ് അല്ല നമ്മുടെ ആൻസർ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തിന്റെ കണ്ടുപിടിക്കാനാണ്? സിങ്കിൻ്റെത്. സിങ്കിൻ്റെത് നമുക്ക് എത്രയാണ്? 13x ആണ്. വിച്ച് മീൻസ് 13 into 5 is 65 kg. ഓപ്ഷൻ എ ആണ് കേട്ടോ നമ്മുടെ ആൻസർ. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമ്മുടെ നവോദയയുടെ ബാച്ച് ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്രീ ഡെമോ ക്ലാസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെയാണെന്നൊക്കെ ഡെമോ ക്ലാസ് കണ്ടിട്ട് മനസ്സിലാകും. ലൈവ് ക്ലാസ്സും ഉണ്ട്, നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു മെന്റർ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്ററിനോട് നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കാവുന്നതാണ്. പിന്നെ മോക്ക് എക്സാംസ് നമ്മൾ ഒത്തിരി നടത്തുന്നതാണ് കേട്ടോ. നമ്മുടെ എക്സാം ടൈമിൽ നമുക്ക് റഷ് ആയിരിക്കും അല്ലേ? അപ്പോൾ ടൈം ലിമിറ്റിൽ എങ്ങനെ നമുക്ക് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി എക്സാംസ് ചെയ്ത് നമ്മൾക്ക് ശീലിക്കണം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് കാണാം. താങ്ക്